അമേസിംഗ് സൂപ്പർ എന്താ പറയുക റിസൾട്ട് അമേസിംഗ് തന്നെയാണ്. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ടാണ് വന്നത്. ഒത്തിരി നാളും കൂടി ഞാൻ ഈ പ്രൊഡക്റ്റിന് റിവ്യൂ തരണമെന്ന് കുറെ ആഗ്രഹിച്ചാട്ടോ. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. അപ്പൊ ഞാൻ മസ്റ്റ് ആയിട്ട് ഇതിന്റെ റിവ്യൂ തരണമെന്ന് വിചാരിച്ചായിരുന്നു. കുഞ്ഞു പിള്ളേരുടെ സ്കിൻ ഇപ്പൊ റഫ് ടഫ് ഒക്കെ ആയിരിക്കും കാണുമ്പോൾ നമുക്ക് കാണാൻ ഒട്ടും ഒരു കാണാനൊരു സുഖമില്ല. അപ്പൊ നമുക്ക് കുഞ്ഞു പിള്ളേരുടെ സ്കിൻ ഇച്ചിരി സോഫ്റ്റും സപ്പിളും ഒക്കെ ആകാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ കുറെ എണ്ണ വരട്ടി നോക്കും, അല്ലാതെ നമ്മൾ കുറെ ക്രീംസും കുറെ പ്രൊഡക്റ്റ് ഒക്കെ ട്രൈ ചെയ്യും. മേ ബി എല്ലാം പ്രൊഡക്റ്റ് പിള്ളേർക്ക് സൂട്ട് ചെയ്യണമെന്നില്ല. നമ്മൾ കുറെ ട്രൈ ചെയ്തിട്ട് നമുക്ക് അതിന്റെ സൊല്യൂഷൻ മേ ബി കിട്ടത്തുമില്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇരിക്കുവാണെങ്കിൽ ഞാൻ അതിന്റെ സൊല്യൂഷൻ ആയിട്ടാണ് വന്നത്. മാമാഅർത്തിന്റെ ബേബി റിച്ച് ക്രീം. കുഞ്ഞു പിള്ളേരുടെ സ്കിൻ എത്ര ഡ്രൈ ആണെങ്കിലും ഈ ഒരു ക്രീം പരട്ടിയ ബേബിയുടെ സ്കിൻ അത്യാവശ്യം നല്ലപോലെ ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് കാണാൻ കിട്ടും. അതാണ് അതിന്റെ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. നമുക്ക് നല്ല ഒരു എന്താ പറയാ ഒരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ പരട്ടുമ്പോൾ തന്നെ ആ ക്രീം പരട്ടുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ എഫക്ട് അതിന്റെ ചേഞ്ച് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. മാമാഅർത്തിന്റെ ഈ ഒരു ക്രീമിനെ കുറിച്ചാണ് വന്നത്. ഇത് ഇങ്ങനത്തെ ഒരു ടബിളാണ് വരുന്നത്. ഒരു ചെറിയൊരു പാക്കേജിംഗ് ആണ്. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ട്രൈ ചെയ്ത് എപ്പോഴാന്ന് ഞാൻ പറയാം. ഞാൻ കുഞ്ഞിന്റെ സ്കിൻ ഒരു കംപ്ലീറ്റ് ഡ്രൈ എന്ന് പറഞ്ഞാൽ ഡ്രൈനെസ് കൂടി കുഞ്ഞിന്റെ സ്കിൻ അങ്ങ് ബ്ലാക്ക് കളർ ആയിരുന്നു. അത്രയും എക്സ്ട്രീം ഡ്രൈനെസ്സിലോട്ട് പോയപ്പോഴാണ് ഞാൻ ഈ ഒരു ക്രീം ട്രൈ ചെയ്തത്. മാർക്കറ്റിൽ പുതിയതായിട്ട് ഈ മാമാഅർത്തിന്റെ റിച്ച് മോയ്സ്ചറൈസിംഗ് ക്രീം ഈ ഒരു പേര് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തത്. സെക്കൻഡ് പർച്ചേസ് ആണ്. ഞാൻ ഓൾറെഡി ഫസ്റ്റ് ഞാൻ ഓൾമോസ്റ്റ് ഫിനിഷ് ആയി. സെക്കൻഡും ഏകദേശം തീരാറായി. ഇനി ഒരു ശകലം ഒരു ക്വാണ്ടിറ്റിയിലേ ഉള്ളൂ. അപ്പം ഇതിന്റെ ഒരു റിവ്യൂ തന്നില്ലെങ്കിൽ എങ്ങനെയാ? ഇതിന്റെ പ്രൈസ് വന്നിട്ട് 299 ആണ്. ഇതിൽ 299 അല്ല, സോറി 399 ആണ് നമുക്ക് ഇതിൽ എഴുതിയേക്കുന്നത്. ബട്ട് നമുക്ക് ഓൺലൈൻ മേടിക്കുവാണെങ്കിൽ എന്തായാലും നമുക്ക് നല്ല ഡിസ്കൗണ്ട് തന്നെ കിട്ടും. പിന്നെ പർച്ചേസ് ചെയ്യുന്നതിനെക്കാട്ട് നമ്മൾ പല സൈറ്റിലായിട്ട് ചെക്ക് ചെയ്യണം. ഫ്ലിപ്കാർട്ടിൽ ചെക്ക് ചെയ്യണം, ആമസോണിൽ ചെക്ക് ചെയ്യണം, ഫസ്റ്റ് ക്രൈയിൽ ചെക്ക് ചെയ്യണം. കാരണം പല സമയത്ത് പല സൈറ്റില് റേറ്റിൽ ഡിഫറൻസ് ഉണ്ട്. ചിലപ്പോൾ ഫസ്റ്റ് ക്രൈയിലായിരിക്കും നമുക്ക് വില കുറച്ച് കിട്ടുന്നത്, ചിലപ്പോൾ ആമസോണിലാണ്. അപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ഓൺലൈനിൽ ഒന്ന് ഡിഫറൻസ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി ഈ ക്രീമിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇതിനകത്ത് ആൽമണ്ട് ഓയിൽ ഉണ്ട്, ഷിയ ബട്ടർ ഉണ്ട്. രണ്ടും കുഞ്ഞിന്റെ സ്കിന്നിനെ സോഫ്റ്റ് ചെയ്യാനും ആ ഡ്രൈനെസ് ഒക്കെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് 24 hours പ്രൊട്ടക്ഷൻ ഉണ്ട്. നമുക്ക് 24 മണിക്കൂർ വരെ ക്രീം റീ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരത്തില്ലെന്ന്. 24 മണിക്കൂർ ഇല്ലെങ്കിലും നമുക്കിപ്പോ രാവിലെ വരട്ടി അത്യാവശ്യം വൈകിട്ട് വരെ കുഞ്ഞിന്റെ സ്കിന്നിന് ഡ്രൈനെസ് ഒന്നും തോന്നിയിട്ടില്ല. വൈകിട്ടാകുമ്പോൾ നമുക്ക് കിടക്കുന്നതിനെക്കാട്ടി നമ്മൾ ഒന്നും കൂടി റീ അപ്ലൈ ചെയ്താൽ കുഞ്ഞിന്റെ സ്കിൻ ഇച്ചിരോടൊന്ന് സോഫ്റ്റ് ആകാൻ ഹെൽപ്പ് ചെയ്യും. ഇച്ചിരോട് എളുപ്പം ഡ്രൈനെസ് മാറ്റാൻ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യും. 0 to 5 years ഉള്ള ബേബീസിന് ഇത് ഈസിലി പറ്റാം. 0+ ആണ് എന്നൊക്കെ. ബട്ട് ഇത്രയും തിക്ക് ക്രീം നമുക്ക് ന്യൂ ബോൺ ബേബീന് ആവശ്യമില്ലെന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ. നമുക്ക് ഒരു 6 months ഒക്കെ കഴിയുമ്പോൾ ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. കാരണം ഇത് അത്രയും തിക്ക് ക്രീമാണ്, അത്രയും സ്മൂത്ത്, എന്താ പറയാ അത്രയും ക്രീമി ആയിട്ടുള്ള ടെക്സ്ചർ. അപ്പൊ ന്യൂ ബോൺസ് ബേബിന് ഇത് അത്രയും ആവശ്യം വരത്തില്ല. ഒരു 6 months ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് കുഞ്ഞിന്റെ സ്കിന്നിന്റെ ഏത് ടൈപ്പാണ് സ്കിൻ ടൈപ്പ് മനസ്സിലാകും. ഡ്രൈ ആണോ? കാരണം ക്രീം പരട്ടിയിട്ടും നിൽക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം കുഞ്ഞിന്റെ സ്കിൻ ഡ്രൈ ആണ്. അപ്പൊ നമുക്ക് ഇച്ചിരി ഡ്രൈ ബേബീസിന് പരട്ടാനുള്ള ക്രീം നോക്കാം. ബട്ട് അത്രയും ഡ്രൈ അല്ല, ഓയിലി ആണെങ്കിൽ നമുക്ക് ഈ ക്രീമിന്റെ ആവശ്യമില്ല. കാരണം ഇത് അത്രയ്ക്ക് ക്രീമി ടെക്സ്ചർ ആണ്. നമുക്ക് തന്നെ എഴുതിയിട്ടുണ്ട് ഫോർ ഡ്രൈ സ്കിൻ. ഇതിനകത്ത് അവർ സ്പെഷ്യലി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾക്ക് ബോഡിയിൽ പരട്ടാം. കാരണം ഫേസ് നമുക്ക് ഇത്രയും ക്രീമി ആയിട്ടുള്ള ഒരു ക്രീമിന്റെ ആവശ്യമില്ല. ഇതിന്റെ ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം. ഇത് ഓൾമോസ്റ്റ് നമ്മൾ ക്രീം എന്താ പറയുക ഒരു അമൂൽ ക്രീമിനെ പോലെയൊക്കെ ഇരിക്കും. ഭയങ്കര സോഫ്റ്റ്. നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോഴേ അത് ഈസിലി സ്കിന്നിലോട്ട് അബ്സോർവ് ആയി. അത് പെരട്ടുമ്പോഴേ നമുക്ക് അതിന്റെ ആ എന്താ പറയാ ആ സോഫ്റ്റ്നെസ്സും ആ നല്ല ക്രീം നമുക്ക് സ്കിന്നിൽ പെരട്ടിയാൽ തന്നെ മനസ്സിലാകും നല്ലപോലെ കുഞ്ഞിന്റെ സ്കിന്നിനെ അത് സ്മൂത്ത് ചെയ്യുന്നുള്ളത്. ബട്ട് ഫേസിൽ എനിക്ക് തോന്നുന്നു നല്ല ഡ്രൈ സ്കിൻ ആണെങ്കിൽ അഫ്കോഴ്സ് നമുക്ക് ഇത് ഫേസിലും പരട്ടാം. ബട്ട് ചില ബേബിയുടെ സ്കിന്നൊക്കെ ഒത്തിരി ബോഡി മാത്രമേ ഡ്രൈ കാണത്തുള്ളൂ, ഫേസ് ഒത്തിരി ഡ്രൈനെസ് ഒന്നും കാണത്തില്ല. അപ്പൊ നമ്മൾ ഇത് ബോഡിയിൽ മാത്രമേ പരട്ടാം. ഫേസിൽ നമ്മൾ ഇത്രയും ക്രീമി ആയിട്ടുള്ള ഒരു ക്രീം പരട്ടുമ്പം മേ ബി ചെറിയ കുരുകൾ മാതിരിയൊക്കെ വരും. കുഞ്ഞിന്റെ സ്കിൻ ഫേസിലെ സ്കിന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. ഒത്തിരി ഓയിലി അല്ലല്ലോ. അപ്പൊ ഓയിലി ആയിട്ടുള്ള ചില ബേബിയുടെ സ്കിൻ ഓയിലി ആയിരിക്കും, ബോഡി നല്ല ഡ്രൈ ആയിരിക്കും. അപ്പം ബോഡിയിൽ മാത്രം അന്നേരം പരട്ടണം. ഫേസ് ഓയിലി ആണെങ്കിൽ ഫേസിൽ നമുക്ക് ഇതിന്റെ തന്നെ ഒരു വേറെ ട്യൂബ് കിട്ടും, ട്യൂബ് ബേസ് ആയിട്ട്. അപ്പൊ അതിൽ നമ്മൾ അത് പരട്ടിയാൽ മതി. ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഇത് നമുക്ക് പിന്നെയും റീ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. കാരണം നമുക്കിത്
ഹാർഡ്ലി നമുക്ക് ഇത് 2 വട്ടം പരട്ടിയാൽ മതിയായി. ഒരു വട്ടം പരട്ടിയാൽ തന്നെ സഫീഷ്യന്റ് ആണ്. നമുക്ക് എപ്പോഴും ഇത് പരട്ടേണ്ട ആവശ്യമില്ല. ഇപ്പൊ മോർണിംഗ് പരട്ടി പിന്നെ ഒരു നൈറ്റിൽ ഒന്നും കൂടി പരട്ടി ഒരു പ്രൊട്ടക്ഷൻ പോലെ ഒരു ഇച്ചിരൂടെ സ്കിന്നിന് എളുപ്പം ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അത്രേ ഉള്ളൂ. നമുക്കിത് എപ്പോഴും റീ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. പ്ലാന്റ് ബേസ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസേ ഇതിനകത്തുള്ളൂ. അപ്പൊ നമുക്കിത് എന്തായാലും നമ്മുടെ കുഞ്ഞു പിള്ളേർക്ക് ഇത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട പ്രൊഡക്റ്റ് തന്നെയാണ്. ഡ്രൈ സ്കിൻ ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഞാൻ പറയുവാണ്, ഇത് ട്രൈ ചെയ്യണം. നമുക്ക് ഡെഫിനറ്റ്ലി 100% ഇതിന് നമുക്ക് റിസൾട്ട് കിട്ടും. കാരണം ഇത്രയും സോഫ്റ്റ് ആണ് ഇതിന്റെ ടെക്സ്ചർ തന്നെ. നമുക്ക് ഈസിലി കയ്യിൽ ബ്ലെൻഡ് ആയി പോകും. ഇതിന്റെ ഒരു നെഗറ്റീവ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമുക്ക് ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ട് തോന്നും. കാരണം ഇത് 200 ഗ്രാം ആണ്. നമുക്കൊരു 300 റുപ്പീസിന്റെ അടുപ്പിച്ച് വരും. ആ ഒരു പ്രോബ്ലമേ ഉള്ളൂ. പിന്നെ ഇതിന് സ്പെഷ്യലായിട്ട് മണോ ഒന്നും ഇവര് ആഡ് ചെയ്തിട്ടില്ല. ഒരു സ്മൂത്ത്നെസ് നമ്മൾ ബേബിയുടെ സ്കിന്നിൽ നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. സ്പെഷ്യലി വിന്റർ സീസണിലാണെങ്കിൽ ഇത് ദ ബെസ്റ്റ് ക്രീം ആണ് ഞാൻ പറയും. ഇത് മസ്റ്റ് ആയിട്ട് അന്നേരം ട്രൈ ചെയ്യണം. അപ്പൊ എല്ലാവരും ഈ മാമാർട്ടിന്റെ ക്രീം ട്രൈ ചെയ്യുന്നു വിശ്വസിക്കുന്നു. ഇതുപോലെ വീഡിയോയ്ക്ക് വേണ്ടി എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വട്ടം കാണുന്നവരെ ബൈ.